ഹജ്ജിൻ്റെ സുന്നത്തും റുക്കിനുകളും വാജിബുകളും എന്തെല്ലാമെന്നാണ് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്. ഒന്ന്, റുക്കിനുകൾ എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ, അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാനില്ല. അങ്ങനെയുള്ള കർമ്മങ്ങൾക്കാണ് റുക്കിന്, ഫർള് എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊന്ന് ഇഹ്റാം ചെയ്യലാണ്. ഇഹ്റാം ചെയ്യാൻ നിർബന്ധമായിട്ടും എന്താണ് പിന്നെ അത് ചെയ്തിരിക്കണം. ഇഹ്റാം ചെയ്യാതെ ഹജ്ജോ ഉംറയോ ചെയ്യാൻ പറ്റില്ല. അതായത് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാത്രമല്ല ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതടക്കം. ലബൈക അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ ലബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് അത് വാജിബ്, അത് റുക്കിനുകളിൽപ്പെട്ടതാണ്. അത് ചെയ്തേ പറ്റൂ, അത് ചെയ്യാതെ അതിന് പ്രായശ്ചിത്തമില്ല. അതുപോലെ തന്നെ ഹജ്ജിൽ അറഫയിൽ കുറച്ച് സമയമെങ്കിലും നിൽക്കുക തന്നെ അറഫയിൽ ഉണ്ടാവുക, അറഫയിൽ കഴിച്ചു കൂട്ടും. ദുൽഹജ്ജ് 9 അറഫയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റുക്കിന്. മാത്രമല്ല അൽ ഹജ്ജു അറഫ എന്ന റസൂൽ പറഞ്ഞത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. അപ്പോൾ അറഫ ഇല്ലാതെ ഹജ്ജ് എന്താവില്ല, ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അതിന് പകരം വേറൊന്നും നിർവഹിക്കാനില്ല. അറഫയിൽ നിൽക്കാൻ തന്നെയാണ്. അത് മറ്റൊരു റുക്കിനാണ്. പിന്നെ മറ്റൊരു റുക്കിന് ഉംറക്ക് കൂടി ഉള്ളതാണ്, അത് തവാഫ് ചെയ്യലാണ്. അതുപോലെ തന്നെ 4ാമത്തെ റുക്കിന് സഈ ചെയ്യൽ. ഇത് രണ്ടും ഉംറയുടെയും കൂടി, 2 അല്ല 3 ആണ്. എന്നാൽ ഇഹ്റാം ചെയ്യലും തവാഫ് ചെയ്യലും സഈ ചെയ്യലും ഉംറയുടെ കൂടി റുക്കിനുകളാണ്. പിന്നെ ഇതിൽ അറഫയാണ് ഹജ്ജിൽ പ്രത്യേകമായിട്ട് വരുന്നത്. അപ്പോൾ 4 റുക്കിനുകളാണ് ഹജ്ജിനുള്ളത്, പ്രധാനമായിട്ടും ഇഹ്റാം, അറഫ, തവാഫ്, സഈ. പിന്നെ അതിൽ വാജിബുകൾ എന്ന് പറയുന്നത് ഇഹ്റാം ചെയ്യുന്നത് മീക്കാത്തിൽ വെച്ചാവുക. ഒന്ന്, അത് ഉംറയുടെ കാര്യത്തിൽ മീക്കാത്തിൽ വെച്ച് തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്. എന്നാൽ ഹജ്ജിൻ്റെ വിഷയത്തിൽ അതിലൊരു ഇളവുള്ളത്, നമ്മുടെ ഹജ്ജ് മാസങ്ങളിൽ മക്കയിൽ വന്ന് ഇഹ്റാമിൽ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം പ്രവേശിച്ച് എന്നിട്ട് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഹജ്ജ് സ്വാഭാവികമായിട്ടും തമത്വ ഹജ്ജായിരിക്കും. ആ ഹജ്ജിന് നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി മീക്കാത്തിലേക്ക് പ്രത്യേകം പോകേണ്ടതില്ല. പകരം നമ്മൾ താമസിക്കുന്ന എവിടെയാണോ അവിടെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. അപ്പോൾ അവിടെ അങ്ങനെ ഇളവുണ്ട്. സാധാരണഗതിയിൽ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം പ്രവേശിക്കുക എന്നുള്ളത് വാജിബാത്തിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ്. അറഫയിൽ നിൽക്കൽ റുക്കനാണെന്ന് പറഞ്ഞല്ലോ, അത് സൂര്യാസ്തമയം വരെ അറഫയിൽ കഴിഞ്ഞുകൂടാ എന്നുള്ളത് വാജിബാണ്. ഈ വാജിബാത്തുകളുടെ ഒരു കാര്യം കൂടി പറയാം. വാജിബാത്തുകളുടെ പ്രത്യേകത, അത് ചെയ്യൽ നിർബന്ധം തന്നെയാണ്. എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് പകരം പ്രായശ്ചിത്തം കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി 3ാമത്തെ വാജിബ് മുസ്ദലിഫയിൽ സുബഹ് വരെ, മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നുള്ളത് പിന്നെ വാജിബാത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ദുൽഹജ്ജ് 10 ജംറത്തുൽ അഖബയിൽ എറിയൽ, നമ്മൾ ആദ്യമായി ജംറയിൽ എറിയുന്നത് ദുൽഹജ്ജ് 10 ആ ഏറ് വാജിബാത്തിൽപ്പെട്ടതാണ്. പിന്നെ ഹജ്ജിൻ്റെ മുടിയെടുക്കൽ, തല പിന്നെ വടിക്കുകയോ അല്ലെങ്കിൽ മുടി വെട്ടുകയോ ചെയ്യാന്നുള്ള അത് ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. പിന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ദുൽഹജ്ജ് 10, 11 രാത്രി മിനായിൽ താമസിക്കാം. അതുപോലെ തന്നെ ദുൽഹജ്ജ് 11, 12 തീയതികളിൽ 3 ജംറകളും എറിയാം. ഇതൊക്കെ വാജിബുകളാണ്. ദുൽഹജ്ജ് 11, 12 തീയതികളിൽ 3 ജംറകളും എറിയാം. പിന്നെ വിടവാങ്ങൽ തവാഫും അതുപോലെ തന്നെ അതും ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്, വിടവാങ്ങൽ തവാഫ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ബലിയറക്കുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വാജിബാത്തുകൾ മനസ്സിലാക്കേണ്ടത്. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രായശ്ചിത്തം കൊടുത്തുകൂടെ പരിഹരിക്കാൻ പറ്റും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതിൽ ഹജ്ജിൻ്റെ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം സുന്നത്തുകളാണ്. ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ദുൽഹജ്ജ് 8 മിനായിൽ താമസിക്കൽ, അതുപോലെ തന്നെ ദുൽഹജ്ജ് 13 കൂടി കല്ലെറിയൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ സുന്നത്തുകളായിട്ട് വരും. അതാണ് മനസ്സിലാക്കുക.